ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ഈ ക്ഷേത്രത്തിന് നമ്മൾ ആദ്യം പറഞ്ഞു ഗോപിക, ഇവിടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തിയ ക്ഷേത്രത്തിന്റെ സമർപ്പണ ചടങ്ങാണ് നടക്കുന്നത്. കാരണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് വർഷം ഈ വലിയകുളങ്ങര ദേവി ക്ഷേത്രത്തിന് പഴക്കമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയിരക്കണക്കിന്, അതായത് രാജ ഭരണകാലം മുതൽ തന്നെ ഒരു ദേശത്തിന്റെ പ്രാർത്ഥനാലയമായി മാറിയ ഒരു തിരുസന്നിധിയാണ്, ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അത് കാലപ്പഴക്കത്തിൽ സ്വാഭാവികമായും അതിന്റെ ഇടപാടുകൾ സംബന്ധിച്ചു ജനാവസ്ഥയിലെത്തി. അത് പിന്നീട് പുതുക്കിപ്പണിത് ഈ ഭക്തമാനസങ്ങൾക്കൊക്കെയും ഒന്നുചേരാനും ദേവിയെ വണങ്ങാനും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനുമുള്ള ഒരു വലിയ മനോഹരമായ കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 3:30 ഈ ക്ഷേത്ര സമർപ്പണം നടക്കുക. അത് അപ്പോഴേക്കും ഈ ക്ഷേത്രം ഒരു ജനസാഗരമായി മാറും എന്നാണ് തോന്നുന്നത്, അല്ലെ? ഇപ്പൊ നമുക്ക് ഈ ശ്രീ ബിനു SD, അദ്ദേഹം ഈ ക്ഷേത്ര സമർപ്പണത്തിന് വലിയ പ്രാതിനിധ്യം വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം, അല്ലേ? നമസ്കാരം. ശ്രീ ബിനു SD, ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഈ നാടിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ്, അല്ലെ? കാരണം എല്ലാവരും ഇവിടത്തേക്ക് വരുന്നു. അതെനിക്ക് തോന്നുന്നു ജാതി മത ഭേദമന്യേ ഈ വലിയകുളങ്ങര ദേവിയെ ആരാധിക്കുന്നവർ തന്നെയാണുള്ളത്. മനസ്സുകൊണ്ടെങ്കിലും ആ ദേവിയെ വിളിക്കാത്ത ഈ നാട്ടിൽ ഇല്ല എന്ന് തോന്നുന്നു. ഇവിടെ പുനരുദ്ധാരണ ചടങ്ങുകൾ നടക്കുന്നു. ഇന്ന് ക്ഷേത്രം നാടിലെ ഭക്തർക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സമർപ്പണത്തിൽ തന്റേതായ ഒരു പ്രാതിനിധ്യം വഹിച്ച ഒരു ഭക്തനാണ് താങ്കൾ. അതിന്റെ ഒരു സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. അതെങ്ങനെ പങ്കുവയ്ക്കും? തീർച്ചയായിട്ടും എൻ്റെ കുട്ടിക്കാലം മുതൽ, എനിക്ക് ഓർമ്മയായ കാലം മുതൽക്ക് തന്നെ ഞങ്ങളെല്ലാം കളിച്ചു വളർന്നതും ഞങ്ങളുടെ ദുഃഖങ്ങൾക്കും ഞങ്ങളുടെ എല്ലാത്തിനും ഞങ്ങൾ വലിയകുളങ്ങര അമ്മമാരാണ് ഞങ്ങളുടെ എല്ലാ ദുഃഖത്തിനും എപ്പോഴും ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ട് മാറുന്നത് വലിയകുളങ്ങര ദേവിമാരാണ്. പറക്കെഴുന്നള്ളപ്പോഴായാലും ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാനായിട്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കഴിയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം ഇത്തരത്തിൽ ഒരു വലിയ ഈ നാട്ടിലെ മുഴുവൻ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ മുഴുവൻ ആശ്രയമാണ്, എല്ലാവരുടെയും ആശ്വാസമാണ്. അപ്പം ഒന്നടങ്കം ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങളും ഒന്നടങ്കം സഹകരിച്ചാണ് ഈ ക്ഷേത്രം ഇത്ര വലിയ ഒരു 7 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഇത്ര വലിയ സംവിധാനത്തിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്. അതിൽ തീർച്ചയായിട്ടും അതിന് പങ്കാളിയായതിൽ, ചെറുതായി ഒരു പങ്കാളിയായതിൽ എനിക്കും ചാരിതാർത്ഥ്യമുണ്ട്. ഇപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ദേശക്കാരുടെ ഈ കുട്ടിക്കാലം തുടങ്ങുന്നതിന് ആ ജീവിതത്തിന്റെ ഓരോ ഭാഗവും നിർണയിക്കുന്നത് പോലും അമ്മയാണെന്ന് പറയാൻ സാധിക്കും, അല്ലെ? അതേ നാട്ടിലായി കഴിഞ്ഞാലും അന്യദേശത്ത് പോയി കഴിഞ്ഞാലും അമ്മ തന്നെയാണ് കൂടെയുള്ളത്. ഉള്ളതെല്ലാം അമ്മ തന്നതാണ് എന്നുള്ള ആ ഒരു മനസ്സ് തന്നെയാണ്, ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഓരോ ഭക്തനും എത്തിച്ചേരുന്നത്. എനിക്ക് തോന്നുന്നു താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കളുടെ പിതാവ്, അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് താങ്കളും ഇതിന്റെ അങ്ങനെ ഓരോ നാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയാൻ ഈ അമ്മയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകൾ ഉണ്ടാകും, അല്ലേ? തീർച്ചയായിട്ടും. ഞാനതാണ് നേരത്തെ പറഞ്ഞത്. എൻ്റെ അച്ഛൻ ഈ ക്ഷേത്ര ഭരണ സമിതിയുടെ പ്രസിഡന്റായിട്ടിരുന്നു. ഞാൻ ഔദ്യോഗികമായി ഭാരവാഹിയൊന്നുമല്ല, പക്ഷേ എന്നിലും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായിട്ടും ഇവിടുത്തെ ഭാരവാഹികളുമായിട്ടുമൊക്കെ നിരന്തരം ബന്ധപ്പെട്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ എൻ്റെ എല്ലാ വിജയത്തിൻ്റെയും എൻ്റെ എല്ലാ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിനുള്ള എല്ലാ ഇതും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരിത്. അതോടൊപ്പം തന്നെ എന്നെപ്പോലെ തന്നെ വളരെ ഒട്ടനവധി ആൾക്കാർ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കരയിൽ നേരത്തെ ഇതിൻ്റെ ഭാരവാഹികളൊക്കെ തന്നെ വിശദീകരിച്ച് കാണും ക്ഷേത്രത്തിൻ്റെ സംവിധാനത്തെക്കുറിച്ചും ഘടനകളെക്കുറിച്ചുമൊക്കെ തന്നെ. പക്ഷേ ഞാൻ ഒരു ഭക്തൻ എന്നുള്ള ഒരു നിലയിൽ മാത്രമാണ്, ഒരു വിശ്വാസി എന്നുള്ള നിലയിലാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വളരെ വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണ് വലിയകുളങ്ങര ദേവി ക്ഷേത്രം. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വിജയത്തിൻ്റെ എല്ലാം ഞാൻ വളരെ ഒരു സാധാരണ നിലയിൽ നിന്ന് വളർന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ നിലയിലേക്ക് എത്തുന്നതിൽ തീർച്ചയായിട്ടും വലിയകുളങ്ങര തമ്പുരാട്ടിയുടെ ഒരു ബിസിനസ് ലോകത്തിന്റെ ഒരു സാരഥി കൂടിയാണല്ലേ? ഒരു ബിസിനസ്
ലോകത്തിന്റെ ഒരു സാരഥി കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ബിസിനസിന്റെ വിശദമായ കാര്യങ്ങളെ കുറിച്ചൊന്നും കടക്കുന്നില്ല. ഞാനൊരു ബിസിനസ്സാണ് ചെയ്യുന്നത്. ഞാൻ തുടർച്ചയായിട്ട് ഇടയ്ക്ക് എല്ലാ മാസവും വരാൻ കഴിയും. തീർച്ചയായിട്ടും എല്ലാ മാസവും ഞാൻ അമ്മയെ ഇവിടെ ഞാൻ അമ്പലത്തിൽ സന്ദർശിക്കാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന്റെ എല്ലാം പിന്നിൽ അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. ക്ഷേത്രത്തിന്റെ ഭാവി വികസനത്തിനെ കുറിച്ച് എന്തെങ്കിലും ഇപ്പോഴേ പ്ലാനിംഗ് ഉണ്ടോ? അല്ല, അപ്പൊ ഈ സത്യത്തിൽ ആദ്യം എനിക്ക് ജനം TV ഇത്തരത്തില് ഇതിന്റെ ഒരു ലൈവ് തന്നതിന് ആദ്യമേ നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് അതുപോലെ തന്നെ നേരത്തെ ഫറോയിൽ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന് ഒരു നമ്മുടെ സിനിമാ നടി വരുന്നുണ്ട്. സമൂഹത്തിലെ വിവിധ രംഗങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ആൾക്കാർ, രാഷ്ട്രീയ മതഭേദമന്യേ, ജാതി വർണ്ണ ഭേദമന്യേ എല്ലാവരും ഇന്ന് വൈകിട്ടത്തെ പങ്കെടുക്കുന്നുണ്ട്. തുടർന്നും ഈ ക്ഷേത്രത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു കരയുടെ അമ്പലമാണ്. ഈ ഒരു വലിയൊരു ജനസമൂഹത്തിന്റെ സ്വന്തം ക്ഷേത്രമാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇതിന്റെ എല്ലാ വിജയങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലാണുള്ളത്. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ആവുന്ന എല്ലാ സഹായങ്ങളും തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലേക്കും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ എന്റെ സഹായത്തിനേക്കാൾ ഉപരി ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ ജനങ്ങളാണ് എല്ലാവരും. അതിനകത്ത് ധനികരെന്നോ പാവപ്പെട്ടവരെന്നോ ജാതിയെന്നോ മതമെന്നോ ഇല്ലാതെ എല്ലാവരും ഇതിനകത്ത് വേണ്ടത്ര രീതിയിൽ അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണുന്നില്ല. ഇത്രയും വലിയ ഒരു ഇതിലേക്ക് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെയോ കൊണ്ട് ഒരിക്കലും നമുക്ക് ഇതിലേക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു സമൂഹത്തിന്റെ വലിയ ഒരു പങ്കാളിത്തമാണ് നമ്മൾ കാണുന്നത്. നേരത്തെ പറഞ്ഞു, ഒരു 7 വർഷക്കാലം നീണ്ടു നിന്ന ഒരു പ്രയത്നം, അതാണ് ഇന്ന് ആ ഒരു സഫലമാകുന്നത്, സാർത്ഥകമാകുന്നത്. അങ്ങനെ വർഷങ്ങൾ നീണ്ട ഒരു തയ്യാറെടുപ്പ്, അതിൽ സ്വരുക്കൂട്ടി വെച്ചതൊക്കെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്ന ഏറ്റവും സാധാരണക്കാരുണ്ടാകും. ഒപ്പം എനിക്ക് തന്നതൊക്കെയും അമ്മ തന്നതാണ് എന്ന് വിശ്വസിച്ച് അമ്മയ്ക്ക് നൽകുന്ന ഉള്ളവരുമുണ്ടാകും. അങ്ങനെ ഒരു ദേശക്കാരുടെ എല്ലാ ആൾക്കാരുടെയും ഒരു പങ്കാളിത്തം ഈ ക്ഷേത്ര സമർപ്പണത്തിന്റെ പിന്നിലുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ നാടിന് മുഴുവനുണ്ട്. അതിനേക്കാൾ ഉപരി വ്യക്തിപരമായിട്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കത് ഒരുപക്ഷെ എൻ്റെ നിയന്ത്രണം ഇത് പോകും. എൻ്റെ അമ്മയാണ് ഈ ക്ഷേത്രത്തിന് ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് എൻ്റെ അമ്മയാണ് ഈ ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയത്. അമ്മ വൈകിട്ട് വരത്തുള്ളൂ, അമ്മ വന്നിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അമ്മയെ പോലെ തന്നെയാണ് എൻ്റെ ദൈവം. അത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കൂടുതൽ അതേക്കുറിച്ച് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വൈകാരികമായി പോകും അല്ലേ? വൈകാരികമായി പോകാതെ അത് തന്നെയാണ് ഈ ദേശക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്, ജീവിതത്തിന്റെ ഭാവം തന്നെയാണ് ഈ അമ്മ എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ വലിയകുളങ്ങര ദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ, ഈ വലിയകുളങ്ങര ദേവി സന്നിധിയിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് വ്യാധിയും ഏത് ആധിയും മാറുമെന്നാണ് ഈ രണ്ട് കരക്കാരുടെ വിശ്വാസം, ഈ ദേശത്തിന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു ഈ ദേശത്തിന്റെ വിശ്വാസം മാത്രമല്ല, വലിയകുളങ്ങരയുടെ ഖ്യാതി ഈ കരയും വിട്ട്, ഈ ഒണാട്ടുകരയും വിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം നേരത്തെ നമ്മൾ പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് അന്യദേശങ്ങളിലടക്കം നിരവധി ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഏതാഗ്രഹങ്ങളും സഫലമാകും, ഏത് ആഗ്രഹങ്ങളും അമ്മ അനുഗ്രഹിച്ച് നൽകും എന്ന് തന്നെയാണ് വിശ്വാസം, അല്ലേ?